നമസ്കാരം. പത്തനംതിട്ടയിൽ വീണ്ടും ദുരൂഹ മരണങ്ങൾ. വാർത്തകൾ വിശദമായി. പത്തനംതിട്ടയിൽ വീണ്ടും ദുരൂഹ മരണങ്ങൾ. മരണകാരണം കണ്ടെത്താനായില്ല. 4 പേർ തുടർച്ചയായി തൂങ്ങി മരണപ്പെട്ട സ്ഥലമായതിനാൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ആത്മാക്കളുടെ സാന്നിധ്യമായും അവയെ നേരിൽ കണ്ടതായും പ്രദേശവാസികൾ പറയുന്നു. അവിശ്വസനീയം ആണെങ്കിലും മിക്ക ദിവസങ്ങളിലും ഇവിടെ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളും ഇതൊക്കെ ഉള്ളയാണോ? നീ അല്ല ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുമോ? എടാ ഇതൊക്കെ ചുമ്മാ ക്രിയേറ്റിവിറ്റി ചുമ്മാ ഉണ്ടാക്കുന്നല്ലേ? അല്ല എളിയ, എനിക്ക് കുറച്ച് അനുഭവങ്ങളുണ്ട്. എന്തോന്ന്? എടാ നിനക്ക് എൻ്റെ അണ്ണനെ അറിഞ്ഞൂടെ? ലിജോ. അയാൾക്കൊരു അനുഭവം ഉണ്ടായി. എന്തനുഭവം? എടാ അണ്ണൻ ഇതുപോലെ ഒരെണ്ണം കണ്ടിട്ടുണ്ട്. ഞാനിത് പറഞ്ഞത് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും പറയുക, ഈ പ്രേതം എന്നൊക്കെ പറയാൻ സാധനമില്ലേ നമ്മുടെ ചുറ്റുമുണ്ട്. പിന്നെ ഒന്ന് പോയടാ. നീ പറയുന്ന എടാ എനിക്കറിയാം നീ ഇത് വിശ്വസിക്കത്തില്ലെന്ന്. പക്ഷെ എൻ്റെ കാര്യം ഞാൻ പറയാം, എനിക്കിതിലൊക്കെ നല്ല വിശ്വാസമുണ്ട്. എടാ നീ എല്ലാം ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കൂ? എന്താടാ വന്നാ? എവിടെ ആയിരുന്നു? അവിടെ മൊത്തം പണിയായിരുന്നടാ. നിനക്ക് തിന്നാനും കുടിക്കാനൊന്നും വേണ്ടേ? ഞാൻ കഴിച്ചോളാം. നിങ്ങൾ എന്തായിരുന്നു ഇവിടെ? അത് പിന്നെ തള്ളൊന്നുമല്ല. പിന്നെ അല്ല. എടാ ഇത് നടന്ന സംഭവം. താൻ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. നീ എന്തായാലും പറ. എടാ നിനക്ക് തേവള്ളിക്കാവ് അറിയോ? എൻ്റെ അവിടെ ഉള്ളൊരു സ്ഥലമാണ് തേവള്ളിക്കാവ്. എൻ്റെ ഒരു കസിനുണ്ട് ലിജോണ്ണൻ. ലിജോണ്ണൻ്റെ ഒരു കസിൻ സിസ്റ്ററിനെ അവിടെ കെട്ടിച്ചു വിട്ട. അവരുടെ വീട്ടിലോട്ട് പോകണമെങ്കിൽ ഈ തേവള്ളിക്കാവി ഒരു ഇടിഞ്ഞ മനയുണ്ട്. അത് കടന്ന് വേണം അവരുടെ വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ ഒരു ദിവസം ലിജോണ്ണനും അണ്ണൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ആ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. സമയം ഒരു രാത്രി 10-10:30 ആയി കാണും. അവിടെ ചെന്നപ്പോഴേ ഈ മന വഴി അവരുടെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അവരങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് സ്ത്രീരൂപം കണ്ടു. നീ ഇരുന്ന് കേട്ടോ, നിനക്കല്ലേ കേൾക്കണ്ടേ? കേട്ടോ കേട്ടോ കഥ കേൾക്കാതിരിക്കുന്നു. അണ്ണനാണെങ്കിൽ അവരോട് മാറാൻ പറഞ്ഞു. അവർ കേട്ട ഭാവം നടിച്ചില്ല. കൂടെ വന്ന കൂട്ടുകാരൻ അവരെ തള്ളി മാറ്റാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ആ രൂപ അപ്രത്യക്ഷമായി. അവർ വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി. അങ്ങനെ അവർ നടന്ന വീട്ടിലേക്ക് എത്തി. അങ്ങനെ അവർ ആഹാരമൊക്കെ കഴിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു വഴിക്ക് ഈ കാര്യം സൂചിപ്പിച്ചു. അപ്പോഴും ആ ചേച്ചിയുടെ വീട്ടുകാർ പറഞ്ഞു ആ രൂപത്തെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടത്ര. ആ രൂപം അവിടെ തൂങ്ങിച്ചത്തൊരു വേലക്കാരി സ്ത്രീയുടേതായിരുന്നു. ഒരുപാട് പേര് ആ വഴിയിൽ പോകുന്നു. ഈ രൂപം അവരുടെ വഴികൂടെ കെട്ടുണ്ടത്ര. മതി, നിർത്ത്. എടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, ഒന്നും വേണ്ട. അയ്യേ ഈ കഥ കേട്ട് നീ പേടിച്ചാ? അയ്യേ നീക്ക് എന്തടേ? എനിക്ക് പേടിയുണ്ട്. എടാ നീ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? എൻ്റെ ഫോൺ നോക്കിയാടാ ഓഫീസിൽ വെച്ച്. ഇന്ന് എടുത്തേക്കടാ അത്. എല്ലാം കൊണ്ടുപോയി കാണും, നോക്കാം. ഇന്ന് എടുത്തേക്കണേ. ഹലോ. ഹലോ, എൻ്റെ വണ്ടി ഒന്ന് കേടായി. ഞാൻ ഇടവഴി പെട്ട് കിടക്കുക. ഞാൻ എന്തെങ്കിലും വായിക്കാം, നിങ്ങൾ കിടന്നോ. ഞാനിത് പറഞ്ഞത് നീ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും പറയുക, ഈ പ്രേതം എന്നൊക്കെ പറയാൻ സാധനമില്ലേ നമ്മുടെ ചുറ്റുമുണ്ട്.